യോഗ ബ്രെത്ത് and our biological rhythms. ഇപ്പൊ നമ്മളുടെ ശ്വാസം ഇപ്പൊ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു താളത്തിലേക്ക് വരലാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ല. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ, ഒരു ഐക്യത്തിൽ വരലാണ്, ഒരു താളത്തിൽ വരലാണ്. യോഗ എന്ന് പറഞ്ഞാൽ വാക്കിന് അർത്ഥം തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് അർത്ഥത്തിൽ. അപ്പോ നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു താളമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു താളമാണ്. താളത്തിലാണ് ആ ശരീരം പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പോ എങ്ങനെയാണോ ഇപ്പോ മൂവ്മെന്റ് അല്ലെ, മൂവ്മെന്റ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൃത്തമാവുന്നാണ് പറയുക. അപ്പൊ അതേപോലെ എങ്ങനെയാണോ നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങള് ഒരു സ്മൂത്ത് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതും ഇതേപോലെയാണ് സംഭവിക്കുക. ഒരു നൃത്തം പോലെയാണ് യഥാർത്ഥം. അല്ലെങ്കിൽ നമ്മൾ കുറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോ ആയി മാറുന്ന ഒരു ഓർക്കസ്ട്ര പോലെയാണ് എന്നാണ് പറയുക. അപ്പൊ നമ്മള് ഈ താളം എന്ന് പറയുന്ന നാച്ചുറൽ റിഥം എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസം തൊട്ട് ശരീരത്തിലെ ഹോർമോണൽ സൈക്കിൾസിലെ എല്ലാം ഈ ഒരു താളമാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ സ്വസ്ഥത, ആരോഗ്യം ഇതൊക്കെ തീരുമാനിക്കുന്നതാണ്. മൊത്തത്തിലുള്ള ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജസ്വലത എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു റിഥമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു താളത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് താളത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് യോഗയുടെ സ്വാധീനം, ഈ ഒരു റിഥത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ യോഗയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട്. യോഗ അതേപോലെ ബ്രീത്തിങ് എക്സസൈസ്, പലതരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ബയോളജിക്കൽ സൈക്കിളിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതില് യോഗയുടെ റോൾ എന്ന് പറയുന്നത്, ഇപ്പൊ യോഗ അതേപോലെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രാണായാമ, എല്ലാവർക്കും അറിയാം പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്. ഇത് നമ്മളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു അകൽച്ച അതിനെ കുറയ്ക്കാൻ വളരെ സഹായിക്കും. ഇപ്പൊ ശരീരവും മനസ്സും വളരെ കണക്റ്റഡ് ആണ്. ശരീരവും, കാരണം മനസ്സിലുണ്ടാവുന്ന ബാലൻസ് ഇംബാലൻസ് ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തിരിച്ചും ശരീരത്തിൽ ഉണ്ടാവുന്ന ബാലൻസ് ഇംബാലൻസ് മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോ ഇത് തമ്മിൽ ഒരു പെർഫെക്റ്റ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സുഖം, ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ഒരു സ്വസ്ഥത, ഒരു സ്വാസ്ഥ്യം നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും അത് സംഭവിക്കാറില്ല, കാരണം ഇതിന്റെ കോർഡിനേഷൻ പലപ്പോഴും പെർഫെക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധാപൂർവമുള്ള ശാരീരികമായ ചലനങ്ങളിലൂടെ, യോഗാസനത്തിൽ അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, വിത്ത് അവയർനെസ്, മൂവ്മെന്റ് വിത്ത് അവയർനെസ്, അതാണ് യോഗ. അപ്പൊ അതേപോലെ തന്നെ ശ്വാസം, ഒപ്പം നമ്മളുടെ ശ്വാസത്തിന്റെ താളവും ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ ഈ ഒരു കണക്ഷൻ ആ റിഥത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ സഹായിക്കും. അതുപോലെ ശ്വാസം, ബ്രീത്തിങ് എക്സസൈസ്. ഇപ്പോ നമ്മൾക്കറിയാലോ, ശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലെ. നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാത്ത, സാധാരണക്കാരായ ആളുകൾ തീരെ ശ്രദ്ധ കൊടുക്കാത്ത, എന്നാൽ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ പ്രയത്നിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പ്രയത്നിക്കുന്നത് എന്താണ്? ഒന്ന്, ഭക്ഷണം കഴിക്കാൻ അല്ലെ, അതിനുള്ള കാര്യം ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത് താമസിക്കാൻ ഒരു ഇടം. ഇവ കാര്യങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ഭക്ഷണമില്ലാതെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിൽക്കാം. അതുപോലെ വീടില്ലെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും സ്വന്തമായിട്ട്. പക്ഷെ ശ്വാസമില്ലാതെ എത്ര സമയം നമ്മൾക്ക് ജീവിക്കാൻ പറ്റും? വളരെ നിമിഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല നമ്മൾക്ക് അല്ലെ, സെക്കൻഡുകൾ ആയിരിക്കാം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് ശ്വാസത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ശ്വാസത്തിന് സാധാരണ നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ ഈ ശ്വാസത്തിന്റെ പുറകിൽ വളരെയധികം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ശ്വാസോച്ഛ്വാസം അതിനെ നമ്മൾ വിത്ത് അവയർനെസ്, ബോധപൂർവം നിയന്ത്രിച്ചുകൊണ്ട് നമ്മളത് ആ ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമ്മളുടെ ഹാർട്ട് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലഡ് പ്രഷർ,
നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ആ ഒരു ഇന്റേണൽ റിഥം അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അതിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ. ഇനി അതേപോലെ എന്താണ് യോഗ, ബ്രീതിങ് എക്സസൈസ്, ഇത് നമ്മൾക്ക് വിശ്രമത്തിന് വളരെ പ്രധാനമാണ്. നമുക്ക് വിശ്രമം എന്ന് പറഞ്ഞാൽ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും വിശ്രമം ആവശ്യമാണ്. അപ്പോ ഡീപ്പർ ലെവൽ, ആഴത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, ഇതൊക്കെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഡീപ്പർ ലെവലിൽ നമ്മൾക്ക് റെസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള റിപ്പയർ നടക്കും എന്നാണ് പറയുന്നത്. ശരീരത്തിന് തന്നെ റിപ്പയർ നടക്കും. ശരീരത്തിൽ എന്തെങ്കിലും നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ, ഇപ്പോ ചെറിയ തലവേദന, അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ മാറിയതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? എത്ര പേരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ സുഖമായ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവളെ വളരെ റിലാക്സേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ റിലാക്സേഷനിലാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അപ്പോ ആ ഒരു റിജുവിനേഷൻ നമുക്ക് വളരെ ഫ്രഷ് ആവാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ബാലൻസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ ഒരു വിശ്രമാവസ്ഥയിലൂടെ. ഇനി ഇതില് ഈ താളം എന്ന് പറയുമ്പോ ശരീരത്തിനൊരു താളമുണ്ട് നേരത്തെ പറഞ്ഞു. ശരീരത്തിന്റെ താളം എന്ന് പറയുന്നത് നമ്മളെ ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് സിർക്കേഡിയൻ റിഥം എന്ന് പറയും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഈ യോഗാസനാസ്, യോഗ പ്രാക്ടീസ്, പ്രത്യേകിച്ച് എന്താണ് വളരെ സ്ലോ ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ്, അപ്പൊ ഇതൊക്കെ നമ്മളുടെ ആ സിർക്കേഡിയൻ റിഥവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വളരെ സഹായിക്കും. ഇത് എന്താണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം. ആ 24 മണിക്കൂറിലാണ് എന്താണ് ഈ ഉറക്കവും ഉണർന്നിരിക്കുന്ന സമയവും കൂടി ചേർന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ റെഗുലറായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവും. ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. എന്നാൽ മൊത്തത്തിലുള്ള നമ്മളുടെ എനർജി ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് യോഗ വളരെ സഹായിക്കും. പിന്നെ മാത്രമല്ല ഈ സർക്കേഡിയം റിഥത്തില് യോഗ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളെ ആങ്സൈറ്റി ലെവൽ, സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാരണം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ താളത്തിനെ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഉറക്കത്തില് ഡിസ്റ്റർബൻസ് സംഭവിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല മറ്റുള്ള പല ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കാമിങ് ആണ്. അത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ, സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സ്ട്രെസ് ഹോർമോൺസ് അതൊന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മൊത്തത്തിലുള്ള നമ്മളുടെ ഉറക്കത്തിന്റെ സ്ലീപ്പ് ക്വാളിറ്റി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ശരീരത്തിന് ഈ ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു ബയോളജിക്കൽ സൈക്കിളിനനുസരിച്ചാണ്. പലതരത്തിലുള്ള ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അല്ലെ? മനുഷ്യ ശരീരം എന്ന് പറഞ്ഞത് തന്നെ വളരെ അത്ഭുതകരമായ ഒരു മെഷീനറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഈ സൈക്കിൾ അത് വളരെ ഒരു ഹാർമണിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഉറക്കത്തിനെ സ്വാധീനിക്കുന്നത്, സ്ലീപ്പ് പാറ്റേൺസ്, അതുപോലെ നമ്മുടെ മൂഡ്, മാനസികാവസ്ഥകൾ, എനർജി ലെവല്, മൊത്തത്തിലുള്ള ശാരീരികമായിട്ടുള്ള ആ സ്വാസ്ഥ്യത്തിനെ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കേഡിയൻ റിഥം എന്ന് പറഞ്ഞു, സർക്കേഡിയൻ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, അതിനാണ് സർക്കേഡിയൻ റിഥം എന്ന് പറയാം. അപ്പൊ ഇതിൽ 24 മണിക്കൂറുള്ള ഈ ഒരു നമ്മളുടെ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട്. നമ്മൾ ഉള്ളിൽ തന്നെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്
നമ്മളുടെ ശരീരത്തിലെ പല ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ആ പ്രോസസ്സുകളെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉറക്കമാണെങ്കിലും ശരി, ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആയാലും ശരി, പിന്നെ ശരീരത്തിലെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, അതുപോലെ നമ്മള് എന്താണ് ജാഗ്രത ആയിട്ടുള്ള അവസ്ഥ, മാനസികാവസ്ഥ, ഇതെല്ലാം അത് സ്വാധീനിക്കുന്നു. അപ്പോ ഇത് ഈ സർക്കേഡിയൻ റിതം സാധാരണ പറയാ, അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മള് എന്താണ് കുറച്ചു സമയം സൂര്യപ്രകാശം ഏൽക്കണം എന്നാണ് പറയാ, പുറത്തിറങ്ങി നടക്കണം. സൂര്യപ്രകാശം ഏൽക്കാതെ ഒരു റൂമിനുള്ളിൽ ഇരിക്കുന്ന ആളുകളെ ഇത് ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോ പകല് ഇറങ്ങി നടക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയും. സൂര്യന്റെ സൂര്യ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹോർമോണിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്. ഇപ്പോ ഹോർമോണിലെ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും ഹോർമോൺസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ കോർട്ടിസോളിന്റെ ലെവൽ തന്നെ രാവിലെ ഹൈ ലെവലിലായിരിക്കും, പിന്നെ അതിങ്ങനെ കുറഞ്ഞു ആ ഹൈ ലെവലിൽ ഇരിക്കുന്ന സമയത്ത് അത് അലേർട്ടായിരിക്കും, നമ്മൾ വളരെ അലേർട്ടായിരിക്കും. പിന്നെ അതങ്ങനെ കുറഞ്ഞു വന്ന വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കുറയാനായിട്ട് തുടങ്ങും. കാരണം കോർട്ടിസോൾ ലെവലിൽ കുറയുമ്പോഴാണ് പിന്നീട് നമുക്ക് റിലാക്സേഷൻ കിട്ടുള്ളൂ, നമുക്ക് ഉറക്കത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതേപോലെ ഈ സർക്കേഡിയൻ റിതത്തിൽ ഉണ്ടാവുന്ന എന്താണ് ഡിസ്റ്റർബൻസ്, അത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ റിതത്തിൽ ഉണ്ടാവുക വെച്ചാൽ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, രാത്രിയൊക്കെ ഉറക്കളച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ, രാത്രി ഡ്യൂട്ടി ചെയ്യുക പകൽ ഉറങ്ങുന്ന ആളുകൾ, അവർക്കൊക്കെ ഇതിന്റെ ഈ താളത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾക്കൊരു ദിനചര്യയുണ്ട് യഥാർത്ഥത്തിൽ, വളരെ എന്താണ് ശരീരത്തിന് യോജിക്കുന്ന രീതിയിൽ ആ ഒരു റിഥത്തിനനുസരിച്ചുള്ള ദിനചര്യ നമ്മൾക്കുണ്ട് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, നീങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മളുള്ളിൽ ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ കുറെ കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു റിഥം എന്ന് പറഞ്ഞാൽ ഉറക്കവും ഉണർന്നിരിക്കുന്ന ആ ഒരു സൈക്കിൾ, അതിന്റെ റിഥത്തിനെ വളരെയധികം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായിട്ടാണ്, ആ താളത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ടാണ് പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, അതിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിന് എന്താണ് ഒരു മാർഗം? ഇതിന് നമ്മൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അപ്പൊ സാധാരണ ഇതിന് പറയാ, ഇതിന്റെ ഒരു റിഥം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ആയുർവേദത്തിൽ കേട്ടിട്ടുണ്ട് വാത പിത്ത കഫ, ത്രിദോഷങ്ങൾ. അപ്പൊ ഇതില് നമ്മളെ ശരീരത്തില് വാതകാല എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 24 മണിക്കൂർ സമയം പറഞ്ഞു. ഈ 24 മണിക്കൂറിനെ 6 ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. 6 ഭാഗമാക്കുന്ന സമയത്ത് 4 മണിക്കൂർ വീതം, 4 മണിക്കൂർ വീതമുള്ള 6 ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ 6 ഭാഗങ്ങള് വാത പിത്ത കഫ, ഇത് മൂന്നും വരുന്നുണ്ട്. ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരും. ഇത് പറഞ്ഞാൽ ഇപ്പൊ പുലർച്ചെ 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് വാതകാലമാണ് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ വാത ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പുലർച്ചെ 2 മണിക്കും 6 മണിക്കിടയിൽ. അതേപോലെ തന്നെ 12 മണിക്കൂർ ശേഷം, എന്നാൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെയും വാതകാലമാണ്. പക്ഷെ ഈ 2 ടൈമിലും നമ്മൾ 2 രീതിയിലാണ് ഉപയോഗപ്പെടുത്തുക. കാരണം രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാനുള്ളതാണ്, അല്ലെ? രാവിലെ 2 മണി മുതൽ 6 മണി വരെ നമ്മൾ എഴുന്നേറ്റിരിക്കേണ്ട സമയമാണ്. അപ്പൊ രാവിലത്തെ സമയം 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം നമ്മൾ നേരത്തെ എഴുന്നേൽക്കേണ്ട സമയമാണ്. അതേസമയം ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം നമ്മൾക്ക് എന്താണ് യോഗ, നിദ്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാം. ആ സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ അഭ്യംഗ ചെയ്യാം, അതിനുള്ള സമയമാണത്. പിന്നെ അതേപോലെ രാവിലെ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം, അതേപോലെ ഈവനിങ് 6 to 10, ഇത് കഫകാല എന്നാണ് പറയുക, കഫ ടൈം. അപ്പൊ രാവിലത്തെ ഈ സമയത്ത് 6 മണിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞു, എഴുന്നേൽക്കാനുള്ളതാണ് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ 10 മണി വരെയുള്ള സമയത്ത് എക്സസൈസ് ചെയ്യാം, യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതേസമയം ഈവനിങ് ടൈം ആണെങ്കിൽ 6 മണി മുതൽ 10 മണി വരെ അത് നമ്മളിലേക്ക് ചുരുങ്ങാനുള്ള സമയം, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് എന്താണ് എഴുത്തും വായനയൊക്കെ ഉള്ളവർക്ക് അതാവാം, മ്യൂസിക് ആവാം, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ റിലാക്സിങ് മോഡിലേക്ക് വരുന്ന സമയം. അതേപോലെ തന്നെ 10 മണി മുതൽ 2 മണി വരെ പകൽ സമയം, രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ സമയം പിത്ത ടൈമാണ്, പിത്തകാലം എന്നാണ് അതിന്.
ഇതും രണ്ട് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പകൽ സമയത്ത് 10 മണി മുതൽ 2 മണി വരെ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാം, നറിഷ്മെന്റിനുള്ള സമയമാണ്. അതേസമയം രാത്രി എന്ന് പറയുന്നത് ടോട്ടൽ റിലാക്സേഷൻ. ആ സമയത്ത് ഫുഡ് തീരെ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുക, രാത്രി 10 മണിക്ക് ശേഷം. ഇതാണ് അതിന്റെ റിഥം എന്ന് പറയുന്നത്. 6 to 10, അതുപോലെ 10 to 2, 2 to 6, ഇതിങ്ങനെ തിരിഞ്ഞു വരും. അപ്പൊ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നറിഷ്മെന്റിനുള്ള സമയമാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം ഡീടോക്സിഫിക്കേഷൻ, എന്നാൽ ശരീരത്തിൽ ശുദ്ധീകരണം നടക്കുന്ന സമയമാണ്. അപ്പൊ ശരീരത്തിൽ ശുദ്ധീകരണം നടക്കുക പറഞ്ഞാൽ ഡീപ്പ് റിലാക്സേഷനിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഈ ഒരു സർക്കേഡിയൻ റിതത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിനനുസരിച്ച് പോകണമെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആകും. ഇപ്പോൾ ആയുർവേദ ഈ സർക്കാഡിയൻ റിതത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്ലോട്ട് ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, ആക്ടിവിറ്റി, പ്രവർത്തനങ്ങൾക്ക് ഓരോന്നിനും ഓരോ സ്ലോട്ട്. അപ്പൊ ഈ 24 മണിക്കൂറിന് 6 ആക്കി വിഭജിച്ചിരിക്കണം, 4 മണിക്കൂർ വീതം. ഇതില് 3 ദോഷങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫിസിയോളജിക്കൽ എഫക്റ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ പകൽ സമയത്തുള്ള പിത്ത എന്ന് പറയുന്നത് നറിഷ്മെന്റിനാണ്, നേരത്തെ പറഞ്ഞു. രാത്രിയുള്ളത് പിത്ത ടൈം, ഡീടോക്സിഫിക്കേഷൻ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താം. ആ റിഥത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറലായിട്ട് നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ആൾട്ടേർഡ് കോൺഷ്യസ്നസ് ആണെന്ന് പറയാം. അതേപോലെ ഉറക്കത്തില് നമ്മളുടെ സെൻസറി ആക്ടിവിറ്റി ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. വോളണ്ടറി മസിൽസ് ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതേപോലെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കുറയുന്ന സമയമാണ്. അപ്പൊ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോംപ്രമൈസ് ഇല്ലാത്ത ഒരു അത്യാവശ്യമായ ഒരു സംഗതിയാണ്. പക്ഷെ ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും? ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെന്താണ്? മെമ്മറി ലോസ് സംഭവിക്കാം, ഇറിറ്റേഷൻ വരാം, ഏക്സ് ആൻഡ് പെയിൻസ് ഉണ്ടാവാം ശരീരത്തില്. അതേപോലെ കോൺസെൻട്രേഷൻ കുറയുക, ഫോക്കസ് കിട്ടാതിരിക്കുക, അതെല്ലാം സംഭവിക്കാം. അതേപോലെ തന്നെ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഡൈജഷൻ നമ്മുടെ ദഹന വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും, ഇമ്മ്യൂണിറ്റി കുറവാകും. ദെൻ കുടുംബജീവിതം, അതിനെ ഇത് ബാധിക്കും. കാരണം നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, അകപ്പാടൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോ ഈ ഉറക്കം സ്ഥിരമായിട്ട് നമുക്ക് വല്ലാതെ കഴിഞ്ഞാൽ അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാം. ശരീരത്തിന് ഒബീസിറ്റി, തടി കൂടാം, ക്യാൻസർ ഉണ്ടാവാം, അതുപോലുള്ള മറ്റു പല സീരിയസ് ഇഷ്യൂസിലേക്കും അതിനായിരിക്കും. ഇനി നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിലോ നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഒക്കെ കുറയും. ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ഒബീസിറ്റി, ഇതിന്റെ റിസ്ക് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഉറക്കത്തിലേക്കുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത് 3 അതൊന്നാണ് ആക്ടിവിറ്റി. ഇപ്പോ ഒരു പണിയും ചെയ്യാതെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മള് ശാരീരികമായിട്ടുള്ള അധ്വാനം ചെയ്യുന്നതനുസരിച്ച് അത് നമ്മൾ ഉറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, അത് നമ്മൾ ഉറക്കത്തിനെ സ്വാധീനിക്കുന്നു. അതുപോലെ സ്ലീപ്പ് ഹൈജീൻ, ഏതൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ പ്രാണ ലെവല് നമ്മൾക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പ്രാണ ലെവൽ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അത് നമ്മൾക്ക് അറിയാലോ. ഇപ്പോ ജോഗിങ്, വാക്കിംഗ്, യോഗാസന, യോഗ നിദ്ര, ഇതിലൂടെ ഒക്കെ പറ്റും. പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്, ഇതിലൂടെ ഒക്കെ നമ്മളെ പ്രാണ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് കഴിയുന്നതും നമ്മളൊരു ഫിക്സഡ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. നമ്മൾ എപ്പോഴാണ് ഉറങ്ങാനായിട്ട് പോകുന്നത്, ആ സമയം, അതൊരു ഫിക്സഡ് ഷെഡ്യൂൾ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു ഷെഡ്യൂൾ, ഇപ്പൊ രാത്രി 10 മണിക്കാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ കഴിയുന്നതും അതിനെ ഡിവീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനി അഥവാ തീരെ നിവൃത്തിയില്ല സമയത്ത് 1 മണിക്കൂറൊക്കെ അങ്ങോട്ട് കൊണ്ട് പോയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നതും ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോ വീക്കെൻഡിലാണ് നമുക്ക് പ്രശ്നം അല്ലെ, ഞായറാഴ്ചകളിലേക്കാണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കാനും നമ്മൾ വൈകാറുണ്ട് പലപ്പോഴും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അത് നമ്മളുടെ താളം, ഈ ഒരു സർക്കേഡിയൻ റിതത്തില് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും യഥാർത്ഥം. ഇനി സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്ലീപ്പ് ഹൈജീൻ?
സ്ലീപ്പേജ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ ഡിം ലൈറ്റ് ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ കഴിയുന്നതും. ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം ബെഡ്റൂമിനകത്തുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അത് പകലായിട്ടാണ് കണക്കാക്കുക നമ്മളുടെ കണ്ണുകൾ. അപ്പൊ അതുകൊണ്ടാണ് ഡിം ലൈറ്റ് ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ നിക്കോട്ടിൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. കഫീൻ, ശരിക്കും സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റിമുലസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കഫീൻ, ആൽക്കഹോൾ, അതൊന്നും നമ്മൾ ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട്, സ്ലീപ്പ് ക്വാളിറ്റി ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്സ്, സെൽഫോണ്, TV, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് അതിന് 1 മണിക്കൂർ മുമ്പ് അതിന്റെ ഉപയോഗം നിർത്തണം എന്നാണ് പറയുന്നത്. 1 മണിക്കൂറിന്റെ ഗ്യാപ്പ് വേണം. അപ്പോ ഒരു സ്ലീപ്പ് റുട്ടീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ആയുർവേദം ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഉറക്കം, നിദ്ര. അതാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ ഈ ഉറക്കം, നിദ്ര എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു എർജിയാണ്. അതിനെ ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവര്. അത് നമുക്ക് ദോഷകരമായിട്ട് പറയും. അപ്പൊ ആയുർവേദം പറയുന്നത് ഇപ്പോ ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ സന്തോഷത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുപോലെ നറിഷ്മെന്റ്, ഇമ്മ്യൂണിറ്റി, സ്ട്രെങ്ത്, വിഗർ, വാലർ, അതുപോലെ ബുദ്ധി വികാസം, ദീർഘായുസ്, ഇതിനൊക്കെ ഉറക്കം വളരെ നല്ലതാണ്, സുഖമായിട്ടുള്ള ഉറക്കം. അതേപോലെ ഉറക്കം കമ്മിയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല നമ്മളെ ഹോർമോൺസിന്റെ ഇംബാലൻസ് സംഭവിക്കും, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല ഉറക്കം കമ്മിയായി കഴിഞ്ഞാൽ നമ്മൾക്ക് സമയം തെറ്റിയുള്ള വിശപ്പ്, സാധാരണ നമ്മൾക്ക് വിശക്കുന്നതിന് ഒരു സമയമുണ്ട് അല്ലെ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അതാണ് ആ ശീലം, അങ്ങനെയാണ്. പക്ഷേ ഉറക്കം നമ്മൾക്ക് കമ്മിയാണെങ്കിൽ സമയം തെറ്റിയുള്ള വിശപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ അത് വിശപ്പല്ല. അപ്പൊ എന്ത് സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് തകരാറുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് രാത്രി എന്തെങ്കിലും കാരണവശാൽ ഉറങ്ങാതിരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ വളരെയധികം വൈകി ഉറങ്ങുന്ന ദിവസം, ശ്രദ്ധിച്ചാൽ മതി, പിറ്റേന്ന് ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. ചിലപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള വിശപ്പല്ല, അത് ഇതിന്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് നമ്മളുടെ ഉറക്കത്തിനെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ ഹോർമോണൽ ചേഞ്ചസ് ഉറക്കത്തിനെ ബാധിക്കുന്നു. ഈ ഉറക്കം കമ്മിയായി കഴിഞ്ഞാലോ അത് തിരിച്ച് ഹോർമോൺസിനെ ബാധിക്കുന്നു. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. അതേപോലെ ലേഡീസിന് മെൻസ്ട്രൽ സൈക്കിളിൽ ആ പീരീഡിൽ ഹോർമോൺ ലെവൽസിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ പ്രഗ്നൻസി പീരീഡിൽ, മെനോപോസ്, ഈ സമയത്തൊക്കെ ഹോർമോണിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ലേഡീസിന് മെനോപോസ് സമയത്താണ്, ആ സമയത്ത് അവർക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അവർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ആയുർവേദ പറയുന്നത് നമ്മുടെ ജഠരാഗ്നി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് യോജിച്ചത്. വാമായിട്ടുള്ള നല്ല കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണം, ആവശ്യത്തിന് സ്പൈസി ആയിട്ടുള്ളത്, സ്പൈസി പറഞ്ഞാൽ കൂടുതലല്ല, മോഡറേറ്റ്. അതുപോലെ നമ്മള് ഫുഡില് ഭക്ഷണത്തിൽ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. അതേപോലെ മല്ലി കൊണ്ടുണ്ടാക്കിയ ചായ, മല്ലി, ജീരക ആഡ് ചെയ്തിട്ടുള്ള ചായ കുടിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഉറക്കത്തിന് സഹായിക്കും, ഉറക്കത്തിന് വളരെ നല്ലതാണ്. അതുപോലെ പാലില് കുങ്കുമപ്പൂ ഇട്ടിട്ട് കുറച്ച് മഞ്ഞള്, കുരുമുളക് പൊടി, ഇതൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇട്ടത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അഭ്യംഗ എന്ന് പറഞ്ഞാൽ പാദാഭ്യംഗ എന്ന് പറയും. നമ്മുടെ കാൽപാദങ്ങള് കോക്കനട്ട് ഓയിൽ, എണ്ണ ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഉറക്കം, നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാൻ വളരെ നല്ലതാണ്. അതുപോലെ പലർക്കും നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകള് പലരും, എല്ലാവരും ഇല്ല, പലരും എന്താ ചോദിച്ചാൽ രാത്രി ഒരു സമയം കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കും, വൈകിട്ട് ഫുഡ് കഴിക്കും. ശശികുമാർ സർ, കേൾക്കുന്നില്ല?
കേൾക്കുന്നുണ്ടോ? അതല്ല, ഒന്ന് രണ്ട് പേര് ഇപ്പൊ വിളിച്ചു പറഞ്ഞു അവർക്ക് കേൾക്കുന്നില്ല. അപ്പൊ മറ്റവരോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ, എല്ലാവരോടും. ചോദിക്കൂ. എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. ആണോ? എല്ലാവരും തംസപ്പ് ചെയ്യോ കുഴപ്പമില്ലെങ്കിൽ? അപ്പൊ ഓക്കെ. അപ്പൊ ഒന്ന് എന്താണ്? അപ്പൊ വിളിച്ചു പറഞ്ഞ അവരുടെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ കേട്ടോ, താങ്ക് യു. കണ്ടിന്യൂ കേട്ടോ, സോറി. ഓക്കെ. എല്ലാവർക്കും കേൾക്കാലോ അല്ല? എനിക്ക് കേൾക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു, ഓക്കെ. താങ്ക് യു. റൈറ്റ്. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഈ ഫുഡ് കഴിക്കുന്ന സമയം ഒരു പ്രോബ്ലം ആയി കാണാറുണ്ട് പലപ്പോഴും. അപ്പൊ സാധാരണ വിചാരിക്കുക രാത്രി ഒരു ബ്രേക്ക് സമയത്തൊക്കെ അവർ ഭക്ഷണം കഴിക്കും. പലരും, എല്ലാവരുടെ കാര്യമല്ല, പലരും ഇതിനെക്കുറിച്ച് അറിയാത്തവര് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ ശരിക്ക് രാത്രി എന്താണ് ഒരു ബ്രേക്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, എന്നിട്ട് രാത്രി ജോലി ചെയ്യാൻ തുടങ്ങാനാണ് നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് എന്താണ് ഹെവി ഫുഡ്, അതുപോലെ ഫാറ്റി ആയിട്ടുള്ളത് അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അവര് ഷിഫ്റ്റ് കഴിഞ്ഞ് അവര് കിടക്കാൻ പോകുമ്പോൾ ഇത്ര ഹെവി ഫുഡ് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊക്കെ അവരുടെ ആ ഉറക്കത്തിനെ ബാധിക്കും. പിന്നെ ഭക്ഷണത്തില് നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ആഡ് ചെയ്യുന്നത്, അതേപോലെ അവര് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചിലരുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ചായ കാപ്പിയൊക്കെ കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഉറക്കത്തിനെ ബാധിക്കും. കാരണം ആ നഷ്ടപ്പെട്ട ഉറക്കത്തിനെ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, അതിനെ ബാധിക്കും. അതേപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതൊക്കെ അതിനെ ബാധിക്കാറുണ്ട്. അപ്പൊ വിശപ്പുണ്ടാവും. നമ്മളിപ്പോ രാത്രി സമയത്താണെങ്കിലും ഉറക്കമൊഴിച്ചിരിക്കുമ്പോഴും വിശപ്പുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഹെവി ഫുഡ് ഒന്നും കഴിക്കരുത്. വേണമെങ്കിൽ സ്നാക്സ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കഴിക്കാം. സ്നാക്സ് പറഞ്ഞാൽ നട്ട്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അല്ലാതെ ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതാണ്. പാക്കേജ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ല, രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ കഴിയുന്നതും നമ്മളുടെ ഒരു ആ ഉറങ്ങുന്ന സമയം ഉണരുന്നത് അത് ഒരു ഷെഡ്യൂളിൽ അത് റെഗുലർ ആക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ് നമ്മൾ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് എന്താണ് ബ്ലൈൻഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കണ്ണ് കെട്ടിയിട്ട് കറുത്ത തുണി കൊണ്ട് എന്തെങ്കിലും കണ്ണ് മൂടിയിട്ട് ഉറങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ റൂമില് വെളിച്ചം കിടക്കാത്ത രീതിയിൽ ഹെവി കർട്ടൻ. കാരണം ഇവര് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് പകൽ സമയത്താണ്. അപ്പൊ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഉറക്കത്തിന് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ കർട്ടൻസ് ഒക്കെ ഇട്ട് കഴിയുന്നതും ഡാർക്ക് ആക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി, രാവിലെ നേരത്തെ എഴുന്നേറ്റുള്ള എക്സസൈസ്, യോഗ ഒക്കെ അതിൽ വരും. കാരണം എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ ഏർലി മോർണിംഗിൽ ഒരു സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മളുടെ ഉറക്കത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ദ ബെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്, പഞ്ചകർമ്മ, അത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഇതിനകത്ത് നമ്മൾ പല സ്റ്റേജുകളുണ്ട് നമ്മളുടെ ഉറക്കത്തില്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഉറക്കമാണ്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവില്ല. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ വേവ്സ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. അതേപോലെ മസിൽ റിലാക്സേഷൻ, ഇത് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 1 എന്ന് പറയുന്ന ഉറക്കത്തിൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പാണ്. പക്ഷെ ബ്രെയിൻ വേവ്സ് ഉണ്ടാവും, അത് സ്ലോ ആയിരിക്കും, കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും നേരത്തെ പറഞ്ഞതിനേക്കാൾ. അതുപോലെ മസിൽ റിലാക്സേഷൻ കുറച്ചും കൂടെ ഉണ്ടാവും. ബോഡി ടെമ്പറേച്ചർ കുറയാനായിട്ട് തുടങ്ങും. അതേപോലെ പുറമേയുള്ള കാര്യങ്ങൾക്ക് റെസ്പോൺസ് വളരെ കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 ആണ് ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള ലെവല് എന്ന് പറയും. അപ്പൊ ഇതില് ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ മസിൽ ആക്ടിവിറ്റിയും വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ കേട്ട് അതിന്റെ റെസ്പോൺസ് വളരെ വളരെ ലോ ആയിരിക്കും. അതാണ് ഡീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു അവസ്ഥയുണ്ട് ഉറക്കത്തിന്റെ, അതാണ് REM, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ അതില് നമ്മളുടെ കണ്ണടച്ചിട്ടുണ്ടാവും, പക്ഷെ കണ്ണിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഉറക്കം നല്ല ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആക്ടിവിറ്റി വളരെയധികം ഉണ്ട്. ചിലപ്പോൾ സ്വപ്നം കണ്ട് ഉറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെ, സ്ട്രെസ് നേരത്തെ സൂചിപ്പിച്ചു.
എന്താണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഓരോ സമയത്തുള്ള ഡിമാൻഡ്സ് അല്ലെങ്കിൽ ത്രെഡ്സ്, അതിനോട് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള റെസ്പോൺസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക? നമുക്ക് ബോഡി പെയിൻ, എയ്ക്സ് ആൻഡ് പെയിൻസ് ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം, അൾസർ ഉണ്ടാവാം, ബ്ലഡ് പ്രഷർ, അതുപോലെ കുറെ പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് കുറെ ഉണ്ടാവും. ഇത് മാത്രമല്ല ഇമോഷണലി അത് അഫക്റ്റ് ആവും, അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയ തലത്തിനെ ബാധിക്കും. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു ടേം കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇതും സ്ട്രെസ് തമ്മിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന്റെ മെക്കാനിസം സെയിം ആണ്. പക്ഷെ എന്താ ഒരു വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ മൃഗങ്ങളിൽ പറയുന്ന കാര്യം, മൃഗങ്ങളിലെ സ്ട്രെസ് ആണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ത്രെട്ട് അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ മൃഗങ്ങൾ എന്ത് ചെയ്യും, ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും. അപ്പൊ അതിന് ഒരു സ്ട്രെസ് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, എന്നാലും അവർക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ ഓടിപ്പോണം, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ മനുഷ്യരെ സംബന്ധിച്ച് ആ ഒരു അവസ്ഥയ്ക്ക് സ്ട്രെസ് എന്നാണ് പറയുക യഥാർത്ഥത്തിൽ. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ കോമൺ ആണ് അല്ലെ? അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഈ സ്ട്രെസ് എന്താണ്, മോഡറേറ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ്. മോഡറേറ്റ് സ്ട്രെസ് നല്ലതാണ്, കാരണം നമ്മളെ അത് ആക്ടിവിറ്റിയിലേക്ക് നയിക്കും. സ്ട്രെസ് ആവശ്യമാണ്. പക്ഷെ അത് കൂടുതലായി കഴിഞ്ഞാൽ അതിന് ഡിസ്ട്രെസ് എന്നാണ് പറയുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ ഡിസ്ട്രെസ് ആകും. അപ്പൊ സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ, ഡിസ്ട്രെസ് എന്നുള്ള തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മോട്ടിവേഷൻ കുറയും, എഫിഷ്യൻസി ഉണ്ടാവില്ല, എഫിഷ്യൻസി കുറയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും അത് സ്വാധീനിക്കും യഥാർത്ഥത്തിൽ. അപ്പൊ ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതൊന്ന് നമ്മളുടെ പ്രാണാലെവല് വർദ്ധിപ്പിക്കലാണ്. പ്രാണാലെവൽ എങ്ങനെ വർദ്ധിപ്പിക്കാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ? വ്യായാമ, യോഗാസന, യോഗനിദ്ര, പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, അതുപോലെ ഫുഡ്, സാത്വിക് ഫുഡ്. അതിലൂടെ സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാത്വിക് ഫുഡ്? ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതൊക്കെ നമ്മളെ പ്രാണാലെവല് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ വേറൊരു പ്രധാനപ്പെട്ട സംഗീതം നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. ശരിയായ രീതിയിൽ നമ്മളുടെ സമയത്തെ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലെ? പലപ്പോഴും എന്താണ്, നമ്മൾ ചിലത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ അത്യാവശ്യമില്ല എന്ന് പറയുന്ന വിട്ടുകളയുന്ന പല കാര്യങ്ങളും പിന്നീട് ഒരു സന്ദർഭത്തിൽ അത്യാവശ്യമായി വരും. അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോ ഇപ്പോ ഇമ്മീഡിയറ്റ് അർജന്റ് ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെയാണ് ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ ഫോൺ ബില്ല് പേ ചെയ്യുക. ഫോൺ ബില്ല് നമ്മൾ പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട് നമ്മൾ പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് ആ ഒരു എന്നുള്ള ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. അത് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ആലോചിച്ചാൽ അറിയാനായിട്ട് പറ്റും. അപ്പൊ ശരിയായിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത്, നമ്മൾ 2 മണിക്കൂർ സമയം നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം നമ്മൾക്ക് ഉറക്കം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമ്മൾ 16 മണിക്കൂർ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ഉറക്കം നിർബന്ധമായിട്ടും വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഓരോ 2 മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയത്തിനും 1 മണിക്കൂർ ഉറക്കാണ് നമ്മൾക്ക് ആവശ്യം. അപ്പൊ ഇതിന് നമ്മൾ മെഡിറ്റേഷൻ, അതുകൊണ്ടാണ് മെഡിറ്റേഷൻ, ധ്യാനം ഒരു മസ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. മെഡിറ്റേഷൻ എന്നൊരു ലക്ഷറി അല്ല യഥാർത്ഥത്തിൽ അല്ലെ? ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൗതുകത്തോട് നോക്കിയിരുന്നിട്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മെഡിറ്റേഷൻ ഒരു മസ്റ്റ് ആണ്. കാരണം നമ്മളുടെ ഉറക്കം നമ്മൾക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ നമ്മളുടെ ശരീരം, മനസ്സ് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾസ് തന്നെ രണ്ടും വേറെ രീതിയിലാണ്. ആക്ടിവിറ്റി ആൻഡ് റെസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന് ആക്ടിവിറ്റി ആവശ്യമാണ്. ശരീരം കൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യും തോറും ശരീരത്തിന് ഹെൽത്ത് വർദ്ധിക്കും അല്ലെ? എക്സസൈസ് നമ്മൾ ചെയ്യും തോറും അതിന് ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതേസമയം മനസ്സിനെ സംബന്ധിച്ച് അത് പ്രവൃത്തി ചെയ്യും തോറും അത് ക്ഷീണമാണ് അനുഭവപ്പെടുക. അപ്പൊ മനസ്സിനെ സംബന്ധിച്ച് റെസ്റ്റ് ആണ് വേണ്ടത്, ശരീരത്തിനെ സംബന്ധിച്ച് ആക്ടിവിറ്റിയാണ് വേണ്ടത്. അപ്പൊ മനസ്സ് വിശ്രമം കിട്ടും തോറും അത് സ്ട്രോങ് ആയി മാറും,
ശരീരത്തിന് ആക്ടിവിറ്റി ചെയ്യുന്നതോറും അത് സ്ട്രോങ് ആയി മാറും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി ഗുരുദേവ് പറയുന്നത് ധ്യാനത്തിന്റെ എഫക്റ്റ് ആണ് പറയുന്നത്. ധ്യാനത്തിലൂടെ ഹീലിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളിലും മാറ്റം വരാൻ ധ്യാനത്തിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ധ്യാനത്തിൽ എന്താ സംഭവിക്കണം? മനസ്സ് വളരെ ശാന്തമാവും, അലേർട്ടായിരിക്കും, പൂർണ്ണമായിട്ടുള്ള കണ്ടന്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു ലേസർ ബീം പോലെയാണ് എന്നാണ് പറയുന്നത്. അത് വളരെ പവർഫുൾ ആണ്. ഹീലിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. സമസ്ഥിതിയാണ് യോഗ, അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ സ്ട്രെസ് ഉണ്ടാക്കുക, നമ്മളെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതിന് കാരണമാവുന്ന അത് ഉണ്ടാക്കുന്നത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണ്, ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. അപ്പോ അത് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളെ ബ്ലഡ് പ്രഷർ, BP കൂടുന്നു, ബ്രീത്തിങ് ലെവലിൽ, ബ്രീത്തിങ് പാറ്റേണിൽ വ്യത്യാസം വരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ബ്രീത്തിങ് എക്സസൈസ്, ഇപ്പോ യോഗ എന്താ പറയാ, നാഡീശുദ്ധി പ്രാണായാമം, ആൾട്ടർനേറ്റ് നോസൽ ബ്രീത്തിങ്, നാഡീശുദ്ധി പ്രാണായാമ തുടങ്ങിയതൊക്കെ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ സഹായിക്കും. അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ നിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സിമ്പത്തറ്റിക് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, അതാണ് റിലാക്സേഷൻ, റെസ്റ്റ് ഒക്കെ തരുന്നത്. അതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യാൻ, അതുപോലെ BP കുറയ്ക്കാൻ, ഡൈജഷനൊക്കെ സഹായിക്കുന്നത് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, പ്രത്യേകിച്ചും അബ്ഡോമിനൽ ബ്രീത്തിങ്, നമ്മുടെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയും, അത് ചെയ്യുന്ന സമയത്ത് അത് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. അത് നമ്മുടെ ശരീരത്തിലെ ഒരു ഡീപ്പ് റിലാക്സേഷന്, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതാണ് നമ്മൾ ആ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന റിലാക്സേഷൻ ആ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ. അതേപോലെ ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, അതേപോലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇതിനെ രണ്ടിനെയും ഇതിന്റെ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ വളരെ മനോഹരമായ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹോമിയോസ്റ്റേറ്റിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനത്തിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളുടെ ശരീരത്തിലെ ഒരു അവയവം അല്ലെങ്കിൽ ഒരു കോശം അത് സ്വയമേവ അത് റെഗുലേറ്റ് ചെയ്യും. അതിന്റെ ആ ഒരു ഇന്റേണൽ ആ അന്തരീക്ഷ, ആ എൻവിറോൺമെന്റിനെ അത് സ്വയം റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനറിയാം എങ്ങനെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഒന്ന് ഡിസ്റ്റർബൻസ് വരുമ്പോൾ അവിടെ എങ്ങനെ ബാലൻസ് തിരിച്ചു കൊണ്ടുവരുന്നത് അതിനറിയാം. ആ ഒരു പ്രവർത്തനത്തെയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. അതുകൊണ്ട് അത് പലതരത്തിലുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം അതിലൂടെയാണ് വരുന്നത്. ഡീപ്പർ ലെവലിലേക്ക് നമുക്ക് പോകണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അതിനൊരു ഉദാഹരണം, ഹോമിയോസ്റ്റേസിന്റെ ഒരു ഉദാഹരണമാണ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മളെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലാണെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വിയർക്കും. ഇത് ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനമാണ്. എന്തിനാണ് വിയർക്കുന്നത്? ആ ശരീരത്തിനെ ഒന്ന് ചൂട് കുറയ്ക്കാൻ, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ. അതുപോലെ നമ്മൾ വല്ലാതെ തണുപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് ശരീരം അങ്ങനെ ഷിവർ ചെയ്യാറുണ്ട്. കാരണം ശരീരം ഷിവർ ചെയ്യുന്ന സമയത്ത് ആ തണുപ്പ് കുറഞ്ഞ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനമാണ്. അതുപോലെ ബ്ലഡ് pH ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റൈല് ഈ ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഹോമിയോസ്റ്റേസിന്റെ പ്രവർത്തനം ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ അത് പല അസുഖങ്ങളിലേക്ക് നയിക്കും. ഇനി യോഗ, നമ്മള് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ നമ്മളെ യോഗ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾക്കൊക്കെ അറിയാം. ഇപ്പൊ സ്ട്രെസ് ഹോർമോൺ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് യോഗ പ്രാക്ടീസ്. ഇപ്പോ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാനായിട്ട്, കോർട്ടിസോൾ ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വർദ്ധിക്കുന്നത്, സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, യോഗ പ്രാക്ടീസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആ അളവ് നോർമൽ ആകും. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് വന്നാൽ പോലും അതിനെ നമുക്ക് നോർമലായിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് റെഗുലറായിട്ട് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ സ്ട്രെസ് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യും, അതിന്റെ ഉൽപാദനം ഒന്ന് നിയന്ത്രിക്കപ്പെടും. അതേപോലെ തന്നെ എൻഡോർഫിൻ, നമ്മൾ യോഗ
ആസന ചെയ്യുമ്പോൾ, അതേപോലെ ബ്രീത്തിങ് ടെക്നിക്സ്, ഇതൊക്കെ എൻഡോർഫിൻസിന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിൻ റിലീവർ ആണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ പെയിൻ കില്ലറിൽ നോക്കിക്കഴിഞ്ഞാൽ എൻഡോർഫിൻ ഉണ്ടാവും. അപ്പൊ അതേപോലെ നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യാൻ, മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ അതൊക്കെ എൻഡോർഫിൻ സഹായിക്കുന്നതാണ്. അപ്പൊ എൻഡോർഫിന്റെ അളവ് കൂടുമ്പോൾ നമുക്കൊരു ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ഒരു സ്വസ്ഥത, ഒരു സുഖമൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും. ഇത് യോഗ പ്രാക്ടീസിലൂടെ, അതുപോലെ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമ്മൾക്ക് കിട്ടും. അതുപോലെ തൈറോയിഡിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ്. ഇപ്പോ ചില യോഗ പോസ്റ്റേഴ്സ്, ഉദാഹരണത്തിന് എന്താണ്, നമ്മൾ സർവാംഗാസനം ചെയ്യുന്നു, അങ്ങനെയുള്ള യോഗ പോസ്റ്റേഴ്സ്, അതുപോലെ ചില ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം, എനർജി ലെവൽസ്, ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്, ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ വളരെ സഹായിക്കും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ യോഗ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ യോഗ പ്രാക്ടീസും നമ്മളുടെ ഹാർട്ടുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. യോഗ റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ അത് സ്വാധീനിക്കുന്നു, BP കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ഹാർട്ട് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കും നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ബ്രീത്തിങ് ടെക്നിക്സ്, അത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അറിയാലോ, ബ്രീത്തിങ് നമ്മൾ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. യോഗിക് ബ്രീത്തിങ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നേരത്തെ പറഞ്ഞു, അബ്ഡോമിനൽ ബ്രീത്തിങ്, ഫുൾ യോഗിക് ബ്രീത്തിങ്, അതുപോലെ ആൾട്ടർനേറ്റ് നോസൽ ബ്രീത്തിങ്, നാഡീശോധന പ്രാണായാമം, കപാലഭാതി, ഉജ്ജയ് ബ്രീത്തിങ്, ഇതൊക്കെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ, റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ കൺജഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, ലങ്സിന്റെ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ ഇതൊക്കെ വളരെ വളരെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതും യോഗ പ്രാക്ടീസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കും. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ IBS, അതിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ സഹായിക്കാം. IBS ആണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമ്മൾ ഈ സ്ട്രെസ് കൂടുതൽ അനുഭവപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രഷർ ഡിസ്റ്റർബൻസ്. അപ്പൊ അതിന് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് പറയുക. അത് സ്ട്രെസ് ആണ് കാരണം. അപ്പൊ നമ്മൾ ഈ യോഗ പ്രാക്ടീസ്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെല്ലാം മാറ്റം വരുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ആ ഒരു സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പോ നമ്മളുടെ നമ്മൾ ഈ യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത്, യോഗ അതേപോലെ ബ്രീത്തിങ് എക്സസൈസ് നമ്മളുടെ ജീവിത രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ലൈഫ് തന്നെ ഒരു വളരെ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ സീസൺസ് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നമ്മള് കേരളത്തിലധികം കാര്യമായിട്ട് കാണാറില്ല. ഇപ്പൊ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്, വിന്റർ സീസണിൽ അത് അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. അതിന് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് പറയുക, SAD എന്ന് പറയുക, SAD എന്നാണ് പറയുക. അപ്പൊ വിന്റർ സമയത്ത് എന്താണ്, സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും. അപ്പൊ സൂര്യപ്രകാശം കുറവായിരിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾക്ക് അത് ഉറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം മെലാറ്റോനിൻ എന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷനൊക്കെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എനർജി വളരെ ലോ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഡിപ്രസ്ഡ് ആയിരിക്കും അവർ പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ. വിശപ്പ് കുറവായിരിക്കും. ചിലര് തടി കൂടും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അവർക്ക് ഫോക്കസ് ഉണ്ടാവില്ല, മനസ്സിന് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ അവർക്ക് എപ്പോഴും ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാവും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവനവനെ കുറിച്ച് തന്നെ ഒരു ലോ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അതിന് കാരണം ഇതാണ്, ആ സീസണലായിട്ടും അങ്ങനെ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളെ യോഗ ആൻഡ് ബ്രീത്തിങ് എക്സസൈസ്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. സാധാരണ ഇതിന് ഈ ഇങ്ങനെ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ലൈറ്റ് തെറാപ്പിയാണ് അവർക്ക് കൊടുക്കുക. അവർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചത്തിൽ അവരെ കൊണ്ടുചെന്ന് ഇരുത്തും. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതെല്ലാം ഈ യോഗ പ്രാക്ടീസ് ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെയുള്ള സീസണലായിട്ടുള്ള നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം സൈക്കിൾസ്, അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു നമ്മള്. ഞാൻ സമയം കഴിയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇനി അടുത്തതാണ് യോഗിക് ഡയറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ വെൽനസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെ, യോഗിക് ഡയറ്റ് എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീതയില് ഹഠയോഗ പ്രതിയിലൊക്കെ അതിനെക്കുറിച്ച് സൂചനകളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ സാത്വിക് ഫുഡ് കൂടുതലായിട്ട് സാത്വിക് ഫുഡാണ് നമ്മൾ ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പ്യുവർ ആയിരിക്കും, ക്ലിയർ ആയി ക്ലാരിറ്റി ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ മനസ്സിന് പ്യൂരിറ്റി, ക്ലാരിറ്റി, ബാലൻസ് ഒക്കെ കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒക്കെ കൊണ്ടുവരുന്നതാണ് സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോ സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു. സാത്വിക് ഫുഡ് പൊതുവെ പ്യുവർ ആയിരിക്കും സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാത്വിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും, മനസ്സ് വളരെ കാമാവും, ഇന്നർ പീസ് പ്രൊമോട്ട് ചെയ്യാൻ വളരെ നല്ലതാണ് സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ മെന്റൽ ക്ലാരിറ്റി, മനസ്സിനൊരു വ്യക്തത ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും, നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. സാത്വിക് ഫുഡ് കഴിക്കുന്ന ശീലമുള്ള ആളുകൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ, അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ യോഗിക് ഡയറ്റ്, അതും പ്രാണാലെവലായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണ റിച്ച് ഫുഡാണ് അല്ലെ, അതിൽ പ്രാണന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അത് കഴിക്കുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ കൂടും, സ്റ്റാമിന വർദ്ധിക്കും, ഹെൽത്ത് കണ്ടീഷൻ അത് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ പ്രാണ ലെവല് കൂടുന്ന സമയത്ത് നമ്മളെ സ്പിരിച്വൽ അവയർനെസ് അതിലേക്കും കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡീപ്പർ ലെവലില് ആ ഒരു എന്താണോ ഡിവൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, എന്തിനായാലും അതുമായിട്ടൊരു കണക്ഷൻ നമ്മൾക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ഭക്ഷണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോ യോഗിക് ഡയറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതേപോലെ വെജിറ്റബിൾസ്, പിന്നെ ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങള്, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യോഗിക് ഡയറ്റില് യോഗികള് കഴിക്കാൻ പാടാത്ത ഭക്ഷണങ്ങളുണ്ട്. അത് നമ്മൾക്കറിയാം: മാംസം, ആൽക്കഹോൾ, പിന്നെ എന്താണ് വളരെയധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ്, വളരെ പ്രോസസ് ചെയ്തിട്ടുള്ള ഫുഡ്, പഴകിയ ഭക്ഷണം, കൂടുതൽ വേവിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതില് എന്താണ് യോഗിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ അത് കഴിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. യോഗിക് ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓയിൽ വളരെ കുറവായിട്ട്, സ്പൈസസ് അതൊക്കെ കുറച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറയ്ക്കുന്ന സമയത്ത് അതിന്റെ പ്രാണ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉപയോഗിക്കുക. പിന്നെ ഇത് കഴിക്കുമ്പോഴും, ഫുഡ് കഴിക്കുമ്പോഴുമുള്ള ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിക്കുന്ന മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ശാന്തമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ വേണം ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമാക്കി വെക്കണം, അതാണ് പ്രധാനം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്, നമ്മളെ ചുറ്റുപാടുകള്, അന്തരീക്ഷം വളരെ ശാന്തത ഉണ്ടാവണം. അതിന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കുക. പക്ഷെ അത് കഴിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മളുടെ മാനസികമായിട്ട് നമുക്കൊരു ഇഷ്ടം വരില്ല. പക്ഷെ അങ്ങനെ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദഹന പ്രോബ്ലം ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡൈജഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ എന്ത് വേണം, ഭക്ഷണം കഴിക്കുമ്പോൾ അതാണ് മൈൻഡ്ഫുൾനെസ്. നമ്മള് ശ്രദ്ധാപൂർവം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ, അത് ആ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം നമ്മൾക്ക് കിട്ടിയല്ലോ, അതിന് കൃതജ്ഞത ഉണ്ടാവണം എന്നാണ് പറയുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു അനുഗ്രഹിച്ചുകൊണ്ടാണ് കഴിക്കുക. എന്താണ്, അന്നദാത സുഖീ ഭവ എന്ന് പറയാറുണ്ട് അല്ലെ. അന്നദാത സുഖീ ഭവ, അന്നദാത സുഖീ പറഞ്ഞാൽ ഈ ഭക്ഷണം തന്ന ആള് സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിനെ മറ്റുള്ളവർക്ക് നല്ലത് വരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ നമ്മൾക്കും അത് അഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായ രീതിയിൽ നമ്മളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അന്നദാത സുഖീ ഭവ പറഞ്ഞാൽ ഭക്ഷണം വിളമ്പി തരുന്ന ആള് മാത്രമല്ല, അവരും സുഖമായിരിക്കണം. പിന്നെന്താണ്, ആ ഭക്ഷണം നമ്മളിലേക്ക് എത്തിക്കാൻ ഇടയിൽ പ്രവർത്തിച്ച ബിസിനസ്സുകാരുണ്ടാവും, ലക്കടകൾ ഉണ്ടാവും, അതിന്റെ ആളുകള്, പിന്നെ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച ആളുകൾ, കൃഷിക്കാര്, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം യഥാർത്ഥത്തിൽ. അപ്പൊ യോഗികൾ എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം കഴിക്കാനായിട്ട്. പിന്നെ ശരീരത്തിന് ആ ക്ലെൻസിങ് പ്രോസസ്സുകളാണ്. അതിന് ഫാസ്റ്റിംഗ് നല്ലതാണ്. ഫാസ്റ്റിംഗ് പല രീതിയിലുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക്,
കുറച്ച് സമയത്തേക്ക് നമ്മൾ ഫാസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ. ചിലപ്പോ ചില ദിവസങ്ങളിൽ വേണമെങ്കിൽ ഉച്ചഭക്ഷണം ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ അത് ചെയ്യാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും മാറ്റിവെക്കില്ല, അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ കൂടി നോക്കിയിട്ട് വേണം എന്നാണ് പറയുക. നമ്മുടെ ശരീരപ്രകൃതി ഏതാണ്, വാദപ്രകൃതിയാണോ, പിത്താണോ, കഫാണോ? പിത്തപ്രകൃതിയുള്ളവര് പൂർണ്ണമായിട്ടും ഭക്ഷണം ഫാസ്റ്റിംഗിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുക. അവരെന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇരിക്കാൻ. കാരണം ഇല്ലെങ്കിൽ അവർക്ക് പിത്ത പ്രോബ്ലം ഉണ്ടാക്കും. അതേപോലെ ക്ലെൻസിങ് ചെയ്യുന്നതിന് ഹെർബൽ ടീ ഉപയോഗിക്കാം. ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള മറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ യോഗിക് ഡയറ്റില് ആയുർവേദ പ്രിൻസിപ്പിൾ പറയുന്ന വാദ എന്നാൽ വാദ ബാലൻസ് ചെയ്യാനുള്ള ഭക്ഷണം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാമിംഗ് ആയിട്ടുള്ളത്, സൂപ്പ്, സ്റ്റൂ, വെജിറ്റബിൾ കുക്ക് ചെയ്ത് കഴിക്കുക, അതൊക്കെ വാദ ബാലൻസിന് സഹായിക്കും. പിന്നെ പിത്ത ബാലൻസിന് കൂളിംഗ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങള്, മനസ്സിനെ കാം ഡൗൺ ചെയ്യുന്ന ഫുഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് അതൊക്കെ കഴിക്കാം. ഇലക്കറികള് അതൊക്കെ കഴിക്കുന്നതല്ലാണ്. പിന്നെ കോക്കനട്ട് വാട്ടർ അതൊക്കെ ഉപയോഗിക്കുന്നതല്ലാണ്. പിത്ത ബാലൻസ്. കഫ ബാലൻസ് ചെയ്യാനായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം, ഹോൾ ഗ്രെയിൻസ്, ലെന്റിൽസ് അതൊക്കെ, പിന്നെ വെജിറ്റബിൾസ്, കയ്പയ്ക്ക തുടങ്ങിയതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോ ഒരു യോഗിക് ഡയറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇന്നർ പീസ് ഉണ്ടാവും, മെന്റൽ ക്ലാരിറ്റി, വൈറ്റാലിറ്റി ഇംപ്രൂവ് ചെയ്യും. അതൊക്കെ വളരെ നല്ലതാണ്. ഇനി അടുത്തതാണ്, ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അടുത്ത സമയം ഉണ്ടോ? 8:25 കുഴപ്പമില്ല സാറേ, കുറച്ചും കൂടി ഇതുകൂടി ചെയ്യാലോ അല്ലെ? ഇതും കൂടി കാരണം ഇത് അറിയേണ്ട ഒരു സംഗതിയാണ്. അതെ അതെ. ഇത് പറഞ്ഞാൽ ന്യൂറോ പെപ്റ്റൈഡ്സ് എന്നാണ് ഇതിന് പറയുക. ന്യൂറോ പെപ്റ്റൈഡ്സ്. അപ്പൊ എന്താണ് ഈ ന്യൂറോ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂറോ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്, ന്യൂറോൺസ് ആണ്. ന്യൂറോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ന്യൂറോ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ് എന്ന് പറഞ്ഞാൽ അടുത്ത കോശങ്ങളിലേക്ക് മെസ്സേജ് ഒക്കെ പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണത്. സിഗ്നൽ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണെന്നല്ല. അപ്പൊ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമൈനോ ആസിഡ്സ് അല്ലെ, അത് ഒരു ചെയിനായി ലിങ്ക്, അത് എന്താണ് പെപ്റ്റൈഡ് ബോണ്ടായി മാറുകയാണ്. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏത് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് അത് അതിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, വളരെ പ്രോട്ടീൻ പോലുള്ള വളരെ മോളിക്യൂൾസ് ആണ്, ചെറിയ മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇത് എന്താണ് ഫ്ലൂയിഡ് റീടെൻഷൻ, മെമ്മറി, അതിനൊക്കെ ഈ ന്യൂറോ പെപ്റ്റൈഡ്സ് ആവശ്യമാണ്. അതുപോലെ പെയിന്, സ്ട്രെസ്, ആങ്സൈറ്റി, ഡയബറ്റീസ്, ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആവശ്യമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ പെപ്റ്റൈഡ്സ് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ്. അപ്പൊ നമ്മള് അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് വാക്കുകളാവുന്നു, വാക്കുകൾ കൂടിച്ചേർന്ന് വാചകമാവുന്നു, വാചകം കൂടിച്ചേർന്ന ഒരു പാരഗ്രാഫ് ആവുന്നു, പല പാരഗ്രാഫുകൾ കൂടിച്ചേർന്ന ഒരു ചാപ്റ്റർ ആവുന്നു. അതേപോലെ വ്യത്യസ്തങ്ങളായ അമൈനോ ആസിഡ്സ്, അത് വളരെ കോംപ്ലക്സ് ആയിരിക്കും, പക്ഷെ അത് ഒരുമിച്ച് വന്ന് പെപ്റ്റൈഡ്സ് ആയി മാറുന്നു. പിന്നെ ഈ പെപ്റ്റൈഡ്സ് ഒരുമിച്ച് ചേർന്ന് പല പ്രോട്ടീൻസ് ആയി മാറുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് പല പെപ്റ്റൈഡ്സ് ആയി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമോഷൻസ് അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ദോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ അതിനെ മാറ്റാൻ എന്താ മാർഗം? നേരത്തെ പറഞ്ഞ യോഗിക് പ്രാക്ടീസ്, പ്രാണായാമ, യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, സുവസനക്രിയ പോലുള്ള ബ്രീത്തിങ് എക്സസൈസ്, അതൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ പോസിറ്റീവ് ഇമോഷൻസ്, ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ കൂടെ പറയുമ്പോൾ പറയേണ്ട ഒരു സംഗതി തന്നെ വേഗസ് നെർവ് എന്ന് പറയും. വെഗസ് നെർവ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അപ്പൊ റീസെന്റ് ഇപ്പൊ എല്ലാവരും പലയിടത്തും കേൾക്കുന്ന ഒരു പദമാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ്. അതില് 10th പെയറാണ് ഈ ക്രേനിയൽ, ഈ വേഗസ് നെർവ് എന്നാണ് പറയുക. ഈ വേഗസ് നെർവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള നെർവാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബ്രെയിന് തുടങ്ങും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അത് വ്യാപിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. ഏറ്റവും നീളം കൂടുതലാണ് ഈ വേഗസ് നെർവ്. അത് നമ്മളെ ഹാർട്ട്, ലങ്സ് എല്ലായിടത്തും അങ്ങനെ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്റ്റ്, ഡൈജസ്റ്റിലെ ആ ഒരു ഫേസിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ വേഗൽ അത് ടോൺഷിയല് എന്താണ് നമ്മൾ ആരോഗ്യത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ വേഗൽ സ്റ്റിമുലേഷനുള്ള മാർഗങ്ങൾ ഡീപ് ബ്രീത്തിങ്ങിലൂടെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. വേഗസ് നെർവിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം, അതിന്റെ ഫംഗ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സംഗീതം, പാട്ടുപാടുന്നതിലൂടെ, മന്ത്രജപത്തിലെ ചാൻഡിങ്ങിലൂടെ, തണുത്ത വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നതിലൂടെ ഒക്കെ ഈ വേഗസ് നെർവിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഹാർട്ട് റേറ്റ് നോർമൽ ആക്കാൻ, അതുപോലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ആ സ്ട്രെസ് കുറയ്ക്കാൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വേഗസ് നെർവ്. ഈ വേഗസ് നെർവ് അതേപോലെ ന്യൂറോപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർണ്ണമായിട്ടുള്ള വെൽനെസ്സിന് വളരെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇത് ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് നമ്മൾക്ക് സമയമില്ല. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ എന്തെങ്കിലും ഇത്രയും പറഞ്ഞ കാര്യം, ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കാം. ഇത് ജഠരാഗ്നി എന്താണ്? ജഠരാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഠരാഗ്നിയാണ് നമ്മൾക്ക് ദഹനത്തിന് സഹായിക്കുന്നത്. അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഫയർ എലിമെന്റ് ഉണ്ട്. അതാണ് ശരീരത്തിലെ ചൂട്. അഗ്നി പലതരത്തിലുണ്ട്. അതിലൊരു അഗ്നിയാണ് ഈ ജഠരാഗ്നി എന്ന് പറയുന്നത്. ഈ ജഠരാഗ്നിയാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. ചൂടാണ്, ചൂടുകൊണ്ട് ഭക്ഷണം ദഹിക്കും. അതാണ് ജഠരാഗ്നി എന്ന് പറയുന്നത്. അടുത്തത് നുസ്രജിയാണ്. എന്താണ്? വേറൊരാളുണ്ട്, റേസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. നമസ്തേ സാറേ. പറയൂ. സാർ പറഞ്ഞല്ലോ രാവിലെ സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കുന്നല്ല, കോർട്ടിസോളിന്റെ അളവ് കൂടുതലായിരിക്കും. പക്ഷെ അലർട്ട് ആക്കും. മനസ്സിലായില്ല സാർ. നമ്മൾ കൂടുതൽ രാവിലെ എണീക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കൂടുതൽ അലേർട്ട് ആയിരിക്കും. നമ്മൾ സ്ട്രെസ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ രാവിലത്തെ ആ ഒരു അലേർട്ട്നെസ് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറഞ്ഞു വരാറുണ്ട്. അല്ലെ, അതിന്റെ ഒരു കാരണം ഇതാണ്. പക്ഷെ നമ്മള് ഈ പ്രാക്ടീസ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. Sir, it's regarding the fight or flight you are talking, alle. Isn't the same as amygdala? അമഗ്ഡാല ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പരിശോധിച്ച് നോക്കാം. Because I heard that it is amygdala nu parna pinne Sri Ravishankarinte thanne there is a pranayama also related to amygdala. So in that he gave a pranayama wherein he is talking about the use of amygdala, fight or flight, that portion of the brain. നമ്മള് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് അതിനെ ആക്ടിവേറ്റ് ആക്കും. അത് ഇതിനെ അഫക്ട് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. Yes, exactly. So in that introduction tarna samayate he told amygdala is something that controls the involuntary muscles of the body. Okay, right. Okay. So for the effective usage of the organs of the body, amygdala is very important and it should be properly regulated. So I just wanted to know, it's the same thing, right? I had a doubt regarding this. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ, സെയിം ആയിട്ട് കണക്ഷൻ ഉണ്ടല്ലോ ഇത് തമ്മിൽ. Yeah, so if when you're talking of involuntary muscles, then you're talking about the hearts, lungs, and all those organs which are working on its own, right? Yeah. See, നമ്മൾ ഈ പ്രാണായാമ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോൾ, യോഗാസന പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് അമിഗ്ഡല, അത് ആക്ടിവേറ്റ് ആവും. അതിലൂടെ ഈ സ്ട്രെസ് ലെവൽ എല്ലാം കുറയ്ക്കാൻ സഹായിക്കും. Okay. Thank you, sir. And another thing is, when you're talking about seasonal affective disorder, were you mentioning about the winter depression? No. Winter depression you are saying, right? Okay. So what is the അതേപോലെ എന്താണ് ഇപ്പോ സൺലൈറ്റ് കാണാത്ത രീതിയിൽ കാർമേഘങ്ങൾ നിറഞ്ഞ് സ്ഥിരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഉണ്ടാവാം ആളുകളിൽ. Okay. പിന്നെ and through yoga it irritable bowel syndrome is also reduced. Yes. Okay. Is there any way you can explain it a little? IBS അത് അറിയില്ലേ? ഇപ്പൊ പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആളുകൾ പോകുന്നത് ഈ എന്താ പറയാ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് അല്ലെ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അധികം ആളുകൾ പോകുന്നത്
പിന്നെ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, അവർ കുറെ മരുന്നുകൾ എഴുതി കൊടുക്കും. എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്, വേറൊരാളുടെ കാര്യത്തിൽ എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ പോകുമ്പോ അവര് മെഡിസിൻസ് ഒക്കെ എഴുതി കൊടുക്കും, നല്ല കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എഴുതി കൊടുക്കും, ആയിട്ട് കഴിക്കാൻ പറയും. പക്ഷെ പറയുന്നതിന് കൂടുതൽ തന്നെ അവരൊരു കാര്യം ഓടിച്ച് പറയും, എന്താണെന്നറിയാമോ, സ്ട്രെസ് കുറയ്ക്കൂ. അതെ. അപ്പൊ എന്താ സംഗതി വെച്ചാല് പിന്നീട് ഞാനത് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ തന്ന മരുന്നുകളിൽ അധികവും ആവശ്യമില്ലാത്തതാണ്. അപ്പൊ നമ്മളുടെ ഈ സ്ട്രെസ് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അങ്ങോട്ട് പോകും, വയറിന്റെ ആ ഒരു ഡിസ്റ്റർബൻസ് അങ്ങോട്ട് ഇല്ലാണ്ടാവും. അപ്പൊ ഇത് യോഗിക് പ്രാക്ടീസ് അതിന് വളരെ നല്ലതാണ്. ഇത് നമ്മൾ എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നോ അത്രത്തോളം ആളുകൾക്ക് പൈസ ചെലവാകുന്നത് കുറഞ്ഞു കിട്ടും.